നമസ്കാരം. കൊല്ലത്ത്, അതായത് ജനങ്ങൾക്ക് അറിയാം കൊല്ലം പൂരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കൊല്ലത്തിലെ ഒരു ക്ഷേത്രത്തിലെ, പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ പൂരം നടക്കുന്ന ദിവസമാണ് കൊല്ലം പൂരം. അത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രം തന്നെയാണ് എന്ന് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് കൊല്ലം കോട്ടുങ്കൽ ദേവീക്ഷേത്രത്തെ ഉത്സവത്തിന്റെ ഗാനമേളയിൽ RSS ഗണഗീതം പാടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കടക്കൽ ക്ഷേത്രത്തിൽ അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഗാനമേളയിൽ പുഷ്പനെ അറിയാമോ എന്നുള്ള CPM ഗാനം ആലപിച്ചതും നമുക്കറിയാം. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ നടന്നു വരുന്നു. അത് ഉചിതമാണോ? മതപരമായ ചടങ്ങുകളിൽ രാഷ്ട്രീയം തിരികെ കയറ്റുന്നത് ഉചിതമാണോ? RSSന്റെ സ്ഥാപകനായ ഹെഡ്ഗേവാറിന്റെ ചിത്രം കഴിഞ്ഞ ദിവസം പൂരത്തിൽ കുടമാറ്റത്തിൽ ഉയർത്തിക്കാട്ടുകയുണ്ടായി. പല പ്രസിദ്ധന്മാരുടെയും ചരിത്ര പുരുഷന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ ഇങ്ങനെ കുടമാറ്റത്തിൽ കാണിക്കുന്നതിനിടയിലാണ് ഈ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയത്. അത് തീർച്ചയായും അതിനെതിരെ ദേവസ്വം ബോർഡ് ഉത്തരം പറയുക തന്നെ വേണം. കാരണം ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. പൂരം നടന്നത് ക്ഷേത്രത്തിന് പുറത്താണെങ്കിലും ആ ക്ഷേത്രത്തിലെ പൂരമാണല്ലോ നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ദേവസ്വം ബോർഡ് തന്നെയാണ് അതിന് ഉത്തരവാദി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതാണോ? മതപരമായ ചടങ്ങുകളല്ലേ അവിടെ നടക്കേണ്ടത്? പുതിയ കാവ് ദേവീക്ഷേത്രത്തിൽ കുടമാറ്റത്തിൽ RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് തേടി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറോടാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്. ഉത്സവ ചടങ്ങുകളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് ഈ നടപടി. ഹൈക്കോടതി ഉത്തരവ് നേരത്തെ ഉണ്ട്, അത് മറികടന്നിട്ടാണ് ഈ നടപടി നടന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു പിന്നിലുള്ള നിഗൂഢ അജണ്ട? ഇങ്ങനെ ഹെഡ്ഗേവാറിന്റെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുവാനുള്ള ഹൈക്കോടതി ഉത്തരവ് മുൻപ് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആശ്രാമം ശ്രീകൃഷ്ണ ജയന്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കൊല്ലം പൂരം അരങ്ങേറിയത് സാംസ്കാരിക സമ്മേളനത്തിന്റെ പിന്നാലെയാണ് കുടമാറ്റം നടത്തിയത്. ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തുന്നതിനെതിരെ CPM-ഉം കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ CPM-ഉം കോൺഗ്രസും വരാതിരിക്കില്ലല്ലോ. ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ കഴിയുമോ? അവിടെയാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയുക. അതിനുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മതത്തിൽ തിരികെ കയറ്റിയെങ്കിൽ മാത്രമേ മതങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച ഉണ്ടാവുകയുള്ളൂ. അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തീർച്ചയായിട്ടും നന്നായി അറിയാം. അത് അവർ അവിടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും പാവം ജനങ്ങളാണ് മനസ്സിലാക്കാത്തത്. സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും കൊല്ലം കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. RSS സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ നിയമലംഘനമാണെന്നും പരാതിയിൽ പറയുന്നു. ഇത് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഇടയ്ക്ക് അലോഷി സേവിയർ വിപ്ലവ ഗാനങ്ങൾ പാടിയ സംഭവം വിവാദമായിരുന്നു. അതും നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ സംഭവത്തിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ്. തുടർന്ന് കടക്കൽ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. കടക്കൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതിന് പുഷ്പനെ അറിയാമോ എന്ന നമ്മുടെ വിപ്ലവഗാനമുണ്ട്. ആ വിപ്ലവഗാനം പാടിയതിനെ തുടർന്ന് അവിടുത്തെ ഉപദേശക സമിതിയെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവം ഈ കഴിഞ്ഞ ദിവസം തന്നെ അരങ്ങേറിയത്.
അങ്ങനെയാണ് ഈ കൊല്ലത്ത് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഇനി ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട സ്ഥിതിക്ക് ഇത് തീർച്ചയായും ഒരു മതങ്ങൾക്കിടയിൽ തന്നെയുള്ള, അതായത് ഹിന്ദു മതത്തിനിടയിൽ തന്നെയുള്ള ഒരു വിഭാജ്യതയ്ക്ക് കാരണമാകും. അവരടിച്ചു പിരിയട്ടെ. അവരടിച്ചു പിരിഞ്ഞാൽ അല്ലേ നമുക്ക് പല രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ ഗുണഭോക്താക്കളാവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ BJPയെ RSSനെയും പൊക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ CPIഎമ്മും കോൺഗ്രസും വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കും. അതോടുകൂടി ക്ഷേത്രങ്ങളെ കരുവാക്കി BJPക്ക് മുന്നേറുകയും ചെയ്യാം. അടുത്ത വോട്ട് രാഷ്ട്രീയം അവിടെ തുടങ്ങുകയും ചെയ്യാം. ഇതേ ഉദ്ദേശം തന്നെയാണ് മറ്റുള്ള പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ഓരോ ദിവസത്തെയും ആരാധനകൾ നമ്മുടെ പാവം പിടിച്ച ജനങ്ങൾ അവിടെ കാണാനും കേൾക്കാനും ചെല്ലുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് കാണാനാണ് അവിടെ ചെല്ലുന്നത്. അവിടെ കാണുന്നത് DJ പാർട്ടിയും DJ മ്യൂസിക്, ഇതൊക്കെയാണ് ഇപ്പോൾ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ ഒരു പ്രധാന ആഘോഷം. DJ മ്യൂസിക്, ഗണഗീതം, വിപ്ലവഗാനം, ഇതൊക്കെയാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ ചിന്തയോടുകൂടി അമ്പലങ്ങളിൽ പോകാതിരിക്കുക. അവിടെ പോവുക, നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥന നടത്തുക, തിരികെ വരിക. ഇതിനിടയ്ക്കാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ അയ്യപ്പൻ്റെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു വിവാദം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനും കേസിനൊക്കെ പോയിട്ടുണ്ട് ആളുകൾ. അതും എവിടെയെങ്കിലും ചെന്നെത്തട്ടെ, കുറേ പേരെങ്കിലും അതിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നാണല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ ചിന്ത. നമുക്ക് നോക്കാം. അപ്പൊ നമസ്കാരം.